നമുക്ക് ഇന്നൊരു പുതിയ ഡ്രാമ തുടങ്ങിയാലോ. ഈ ഡ്രാമയുടെ പേര് ദ ലവ് യു ഗേവ് മീ. ആൻഡ് ഈ ഡ്രാമയിൽ ഒരു ചെറിയ കുട്ടിയുണ്ട് കേട്ടോ, ഭയങ്കര ക്യൂട്ടാണ്. സോ അവർക്ക് വേണ്ടി നമുക്ക് ഈ ഡ്രാമ കാണാം. ഈ സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ഒരു വലിയ പാർട്ടി നടക്കുകയാണ്. അവരുള്ള എല്ലാവരും ഗൗൺഷെ എന്നൊരു കമ്പനിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരാണ് ചൈനയിലെ ഏറ്റവും വലിയ കമ്പനി. ഇപ്പൊ അങ്ങോട്ടേക്ക് ആ കമ്പനിയുടെ മരുമകനും അവരുടെ വൈഫും വരുന്നു. ഈ കാണുന്നതാണ് ഹീറോയിൻ. ആള് സാധാരണ ഒരാളാണ്, എന്നാലും ഹാർഡ് വർക്ക് ചെയ്തിട്ട് നല്ലൊരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇവളുടെ പേര് മിൻഹു. നേരത്തെ പറഞ്ഞ കമ്പനിയുടെ മരുമകന്റെ അടുത്തേക്ക് പോയി ഹീറോയിൻ വെറുതെ സംസാരിച്ചിരിക്കുകയാണ്. അവൻ മിസ്ബിഹേവ് ചെയ്യാൻ നോക്കുന്നു. ഹീറോയിൻ ഉടനെ അവിടെ നിന്നും പോവാൻ ട്രൈ ചെയ്യുന്നു. അപ്പൊ അവൻ എന്താ, ഞാനിപ്പോൾ വലിയ ആളായി, എന്നിട്ടും എന്നെ ഇപ്പോഴും നീ മെയിൻറ്റെയിൻ ചെയ്യാതെ പോകുന്നു. 5 വർഷം മുന്നേയും നീ എന്നെ മെയിൻറ്റെയിൻ ചെയ്തില്ല, ഇപ്പോഴും നീ എൻ്റെ അടുത്തേക്ക് വരുന്നില്ലേ എന്ന് പറയുന്നു. ഹീറോയിൻ ഉടനെ ഒരു ചിരി ചിരിച്ചിട്ട് വേഗം പോയി അയാളുടെ മടിയിൽ കയറിയിരിക്കുന്നു. നിനക്കിപ്പോൾ തൃപ്തിയായോ എന്ന് ചോദിക്കുന്നു. ഇതെല്ലാം ഒരാൾ മാറി നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. ഈ നേരത്ത് അവൻ്റെ വൈഫ് വൈൻ എടുത്തിട്ട് വന്ന് ഹീറോയിൻ്റെ തലയിലൂടെ ഒഴിക്കുന്നു. പിന്നെ അവൾ വെറുതെ ഇരിക്കോ, അവളുടെ ഹസ്ബൻഡിൻ്റെ മടിയിൽ കയറിയിരുന്ന നല്ല കഥ. ഹീറോയിൻ പറയാണ്, സോറി, നിങ്ങളിവിടെ ഉള്ളത് ഞാൻ അറിഞ്ഞില്ല, സോറി. ഉടനെ അവൾ, ഹേ നീ എന്താ സോറിയൊക്കെ പറഞ്ഞിട്ട് മുങ്ങുകയാണോ എന്നൊക്കെ പറഞ്ഞ് അവളോട് വഴക്കിന് വരുന്നു. അപ്പൊ അവൾ അവിടെ നിന്ന് ഓടിപ്പോവാൻ നോക്കുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന വൈനെടുത്ത് ഹീറോയിന്റെ മേലെ ഒഴിക്കാൻ നിന്നു. എന്നാൽ അതൊരാൾ വന്ന് തടുക്കുന്നു. അതാണ് നമ്മുടെ ഹീറോ. ആക്ച്വലി ഇവൻക്കും ഒരു കമ്പനി ഉണ്ട്, പേര് ബ്ലൂറി. ആ കമ്പനി ഇവൻ തന്നെയാണ് സിഒ. ഇത് കണ്ട് അവിടെയുള്ള എല്ലാവരും ചിൻ നിങ്ങളോ എന്ന് പറഞ്ഞ് അത്ഭുതത്തോടെ നോക്കുന്നു. അതെ, ഞാൻ തന്നെയാണ്, ബട്ട് എനിക്കിപ്പോൾ കുറച്ച് വർക്കുണ്ട്, അതുകൊണ്ട് ഇവളെ ഞാൻ വീട്ടിലാക്കിയിട്ട് വരാം എന്ന് പറയുന്നു. ഉടനെ അവിടെയുള്ള ചെങ്ക്, വേണ്ട വേണ്ട, നിന്നോട് എനിക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എന്താണെങ്കിലും ഞാൻ പിന്നീട് കേട്ടോളാം എന്ന് പറഞ്ഞ് മിന്നിനെയും കൂട്ടി അവിടെ നിന്നും പോകുന്നു. അവനൊരു സ്ഥലത്തേക്ക് വന്നു നിന്നിട്ട് അവളുടെ മുഖത്തായ വൈനെല്ലാം തുടച്ചു കൊടുക്കുന്നു. ഹീറോയിൻ ഷോക്കായി നിൽക്കുന്നു. ഹീറോയെ നോക്കിയിട്ട്, ചിൻ ഇത് ശരിക്കും നീ തന്നെയാണോ എന്ന് ചോദിക്കുന്നു. അവൻ ഉടനെ അവളെ നോക്കിയിട്ട്, നീ ഇപ്പോഴും മാറിയിട്ടില്ലേ, ഉണ്ടെന്ന് വെച്ചിട്ട് എന്തും ചെയ്യാമെന്നാണോ? 5 വർഷം മുന്നേ നീ എന്നെ ചതിച്ചു, അതേപോലെ നീ ഇപ്പോഴും ചെയ്യാണോ? ചിൻ, വെറുതെ പാസ്റ്റിനെ കുറിച്ച് സംസാരിക്കാതെ, അതൊക്കെ മറക്കുന്നതാണ് നമുക്ക് 2 പേർക്കും നല്ലത് എന്ന് പറഞ്ഞു. ഉടനെ ഹീറോ, ഞാനും അതിന് തന്നെയാണ് നോക്കുന്നത്, എന്നാൽ എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു. ഉടനെ ഹീറോയിൻ, ചിൻ നീ ഇപ്പോഴും എന്നെ വെറുക്കുന്നുണ്ടോ എന്ന് മനസ്സിൽ കരുതുന്നു. ഹീറോയിൻ അവിടെ നിന്ന് വന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ ഒരു ചെറിയ ക്യൂട്ട് മോൻ ബെഡിൽ കിടക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിനെ കണ്ട ഉടനെ അവൻ ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുന്നു. ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട്, ഹേയ് ഷോയിൻ എഴുന്നേൽക്ക് എന്ന് പറയുന്നു. ഹേ അമ്മ, എങ്ങനെ കണ്ടുപിടിച്ചേ ഞാൻ ഉറങ്ങല്ലാന്ന് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നു. അപ്പൊ ഹീറോയിൻ, ഏയ് എനിക്കറിയില്ലേടാ നീ ഉറങ്ങാണോ ഉറങ്ങല്ലേ എന്നുള്ളത്. ഉടനെ അവൻ, പോ അമ്മ, ഇന്നും നിങ്ങൾ ലേറ്റായാണ് വന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇത് ക്ഷമിക്കേ. ഹീറോയിൻ, എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതാ ഞാൻ ലേറ്റായത്. അപ്പോൾ ഉടനെ അവൻ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്താ അമ്മ മുഖം വാടിയിരിക്കുന്നത്, വർക്ക് ബുദ്ധിമുട്ടായിരുന്നോ? കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാ അതാലോചിച്ച് നീ പേടിക്കണ്ട. എന്താ ഞാൻ പറഞ്ഞിട്ടില്ലേ നീ സൂപ്പർമാൻ ആണെന്ന്, അപ്പോൾ നിന്റെ അമ്മ ആരാ? സൂപ്പർ വുമൻ. ശരി, നീ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്നിട്ട് അവനെ ഡോക്ടറെ പോയി മീറ്റ് ചെയ്യുന്നു. അപ്പൊ ഡോക്ടർ ഹീറോയിനെ നോക്കിയിട്ട്, എന്താ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞു. നീ പറഞ്ഞ പോലെ ആ ചെങ്കിനെ പോയി സംസാരിച്ച് എങ്ങനെയൊക്കെയോ ഓക്കെ പറയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡോക്ടർ പറയാണ്, അതാ നല്ലത്. എന്താന്നാ, നിങ്ങളുടെ മകൻ ഇപ്പോൾ ഹൃദയത്തിൽ വലിയൊരു പ്രശ്നമുണ്ട്, പെട്ടെന്ന് തന്നെ അവനെ സർജറി നടത്തണം. ബട്ട് ഇവിടെ ഉള്ള ഡോക്ടർമാർക്കൊന്നും വലിയ എക്സ്പീരിയൻസ് ഇല്ല. നീ ഇന്ന് മീറ്റ് ചെയ്ത ചെങ്കില്ലേ, അവൻ്റെ അച്ഛനാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ, അവരെ വന്ന് സർജറി ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഹീറോയിൻ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ചെങ്കിനോട് സംസാരിച്ച് സമ്മതിപ്പിച്ചത്. അല്ല, അവനോട് അടുക്കാൻ കുറച്ച് പണിയാണല്ലോ, എങ്ങനെയാ സമ്മതിപ്പിച്ചേ? അപ്പം ഹീറോയിൻ, അതൊക്കെ ഒരു വലിയ കഥയാണ്. എന്നിട്ട് ഹീറോയിൻ ഡോക്ടറെ നോക്കിയിട്ട്, രോഗി, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ മോൻക്ക് ഒരു നല്ല സർജറി തന്നെ ചെയ്ത് അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ, പ്ലീസ്, നീ പേടിക്കണ്ട, ഞാനുണ്ട് എന്ന് ഡോക്ടർ പറയുന്നു. ആക്ച്വലി ഈ ഡോക്ടർ ഹീറോയിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. വേറൊരു സ്ഥലത്ത് ഹീറോയെ കാണിക്കുന്നു. ഹീറോ ആണെങ്കിൽ ഹീറോയിനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹീറോയുടെ ഹാർട്ട് ബീറ്റ് സ്പീഡ് കൂടുന്നത് കണ്ട് ഹീറോയുടെ അസിസ്റ്റൻ്റ് ഹീറോയെ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. ഉടനെ അവിടെയുള്ള ആൾ ഹീറോയുടെ പ്രഷർ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഹീറോ പറയാണ്, ഹേയ് എത്ര നേരം ഇവിടെ ഇരിക്കണം, ഞാൻ പോവാണ്. ഉടനെ അസിസ്റ്റൻ്റ് പറയാണ്, സർ പ്രസിഡന്റ് എന്നാ പറഞ്ഞിരിക്കുന്നറിയോ, എപ്പോഴും നിങ്ങളെ ഹെൽത്ത് നോക്കണമെന്നാണ്. ഹീറോ ഉടനെ, നീ എൻ്റെ അസിസ്റ്റന്റ് ആണ്, അല്ലാതെ ആ പ്രസിഡന്റ് അസിസ്റ്റന്റ് അല്ലല്ലോ.
അപ്പോൾ അസിസ്റ്റന്റ് പറയാണ്, ഇപ്പം നിങ്ങളുടെ ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ്. ആ ശരി, നീ ഇവിടെ നിൽക്ക്, ഞാൻ കഴുകിയിട്ട് വരാം എന്ന് പറഞ്ഞ് റെസ്റ്റ് റൂമിലേക്ക് പോകുന്നു. അതേ ടൈമിൽ തന്നെ ഹീറോയിന്റെ മോനും അങ്ങോട്ടേക്ക് വരുന്നു. അവൻ എങ്ങനെയാണോ കഴുകുന്നത് അതേപോലെയാണ് ഹീറോയും കഴുകുന്നത്. ഹീറോയെ കണ്ട ഉടനെ അവൻ പറയാണ്, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഹീറോ ചിരിച്ചിട്ട്, നീയും സുന്ദരനാണ് എന്ന് പറയുന്നു. അപ്പൊ അവൻ അവിടെ നിന്ന് ചിരിച്ചിട്ട് ഓടിപ്പോകുന്നു. അപ്പൊ ഹീറോ അവനെ നോക്കിയിട്ട് നിൽക്കുമ്പോൾ കറക്റ്റായി ആ സ്ഥലത്തേക്ക് ഹീറോയിൻ വരുന്നു. അവൾ ഹീറോയെ കണ്ട ഉടനെ ഒളിച്ചിരിക്കാൻ നിൽക്കുന്നു. ആ സ്ഥലത്ത് ഒരു പേഷ്യന്റിനെ സ്ട്രക്ചറിൽ കിടത്തി വേഗം കൊണ്ടുവരുന്നത് കാണുന്നു. ഹീറോ വയലിൽ നിൽക്കുന്നത് കണ്ടിട്ട് ഹീറോയിൻ വേഗം പോയി തട്ടി മാറ്റുന്നു. ഹീറോ അത് കണ്ട്, ഹേയ് മാറി നിൽക്ക് എന്ന് പറയുന്നു. ഹീറോയിൻ ഉടനെ സോറി എന്ന് പറഞ്ഞു. ശരി, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? നിനക്കിപ്പോഴും അസുഖമൊന്നും മാറിയിട്ടില്ലേ എന്ന് ഹീറോയിൻ ചോദിച്ചു. അപ്പൊ ഹീറോ, നീ അതാലോചിച്ച് ടെൻഷൻ ആവണ്ട, എൻ്റെ കാര്യത്തിൽ നീ തലയിടാൻ വരണ്ട. ഹീറോയിൻ ഉടനെ, ഹേയ് ഇങ്ങോട്ട് നോക്ക്, 5 വർഷം മുന്നേ നമ്മുടെ പഴയ കാര്യങ്ങളെല്ലാം മറക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ പിരിഞ്ഞത്. ഇപ്പം നീ എന്തിനാ ആവശ്യമില്ലാതെ ദേഷ്യം പിടിക്കുന്നത്? ഹീറോ ഉടനെ, അതെ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. എന്നാൽ നീ പിന്നെയും എൻ്റെ മുന്നിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി നീ റെഡിയായി ഇരുന്നോ. നീ എനിക്ക് എന്ത് ദ്രോഹം ചെയ്തോ അതെല്ലാം നിനക്ക് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. ദെൻ നെക്സ്റ്റ് ആയി ഹീറോയിൻ കമ്പനിയിൽ പോകുന്നു. അവിടെയുള്ള എല്ലാവരും ഹീറോയിനെ കുറിച്ച് മോശമായി സംസാരിച്ചിരിക്കുകയാണ്. അവിടെ ഹീറോയിൻ്റെ ഫ്രണ്ട് വരുന്നു. അവൾ എല്ലാവരെയും ചീത്ത പറഞ്ഞഴിച്ചിട്ട് ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, പിന്നെ ഇന്നലെ പാർട്ടിയിൽ വെച്ച് ആരോ രക്ഷിച്ചു കൊണ്ടുപോയല്ലോ, അതാരാ? ഹീറോയിൻ ഉടനെ, അതാരാ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവൻ അറിയാത്ത പോലെ ആക്ട് ചെയ്യുന്നു. അവിടേക്ക് ഒരാൾ വന്നിട്ട്, പെട്ടെന്ന് വാ, ചെയർമാൻ വിളിക്കുന്നു എന്ന് പറയുന്നു. ഹീറോയിൻ ഉടനെ ചെയർമാൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ അവർ പറയാണ്, നമ്മുടെ കമ്പനിയിൽ ഒരു വലിയ മെഡിക്കൽ ടെക്നോളജി റെഡിയാക്കാൻ അതിന് സ്പോൺസേഴ്സിന് വേണ്ടി ജയ് ഹോസ്പിറ്റലിലെ ഷെയർ ഹോൾഡേഴ്സായ ഗംഷു കമ്പനിയോട് ഫണ്ട് ചോദിച്ചിരുന്നു. ആ ചങ്ക് മരുമകനായിട്ടുള്ള കമ്പനിയില്ലേ, അതിലാണ് അവർ ഫണ്ട് ചോദിച്ചത്. എന്നാൽ ഇപ്പം അവരെന്താ പറയുന്നതെന്നാ, ഹീറോയിൻ ചിന്നിൻ്റെ അടുത്ത് ക്ലോസ് ആണെന്ന് മനസ്സിലാക്കിയ ഈ കമ്പനിക്ക് ഒരു ടെക്നോളജിക്കും ഒരു ഫണ്ടും തരില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഹീറോയിനും അവളുടെ ഫ്രണ്ടും എന്താ ചെയ്യേണ്ടെന്ന് അറിയാതിരിക്കുകയാണ്. പിന്നെ ഹീറോയിൻ പറയാണ്, ജയന്ന ഹോസ്പിറ്റൽ ആരെല്ലാം ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുണ്ട്, ഒരാളല്ലേ റിജക്റ്റ് ചെയ്തിട്ടുള്ളൂ, നമുക്ക് മറ്റുള്ളവരോട് ചോദിച്ചു നോക്കാം. എന്തായാലും ഹെൽപ്പ് ചെയ്യാതിരിക്കില്ല. ഹീറോയിൻ അവളുടെ ഫ്രണ്ടിനോട് അത് പോയി അന്വേഷിക്കാൻ പറയുന്നു. അവൾ ചെക്ക് ചെയ്ത്, ആ ഉണ്ട്, ഒരു ബ്ലൂറി കമ്പനി ഉണ്ട് എന്ന് പറയുന്നു. നെക്സ്റ്റ് ഡേ ഹീറോയിൻ ആ കമ്പനിയുടെ സിഇഒയെ കാണാൻ പോകുന്നു. ഹീറോയിൻക്ക് ഹീറോ ആണ് സിഇഒ എന്നുള്ളത് അറിയില്ല. ആ സ്ഥലത്ത് ഹീറോയെ കണ്ടതും ഹീറോയിൻ ആകെ ഷോക്കാവുന്നു. എന്നാലും വരുന്നിടം വെച്ച് കാണാം എന്ന് പറഞ്ഞ് അവൾ ചോദിക്കുന്നു, ബിസിനസ് കാര്യം പറയാനാണ് വന്നത് എന്ന് പറയുന്നു. അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഹീറോ പോകുന്നു. അപ്പൊ ഹീറോയിൻ പിന്നാലെ പോയി, ഒരേ ഒരു പ്രാവശ്യം ഞാൻ പറയുന്നത് കേക്ക്, നല്ലൊരു പ്രൊജക്റ്റാണ് എന്ന് പറഞ്ഞ് കെഞ്ചുന്നു. നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? ആ ചങ്കിന്റെ കമ്പനി നിന്നെ പ്രൊജക്റ്റ് റിജക്റ്റ് ചെയ്തെന്നാണോ നീ കരുതുന്നേ? അത് ഞാൻ പ്ലാൻ ചെയ്തതാണ്. ഹീറോയിൻ ഉടനെ, എന്ത്, നീയോ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ എന്ന് ചോദിക്കുന്നു. ഹീറോ ഉടനെ, 5 വർഷം മുന്നേ നീ എന്നെ പറ്റിച്ചില്ലേ, അതിന് നിനക്ക് ഇപ്പോഴെങ്കിലും ഞാൻ മറുപടി തരണ്ടേ എന്ന് പറഞ്ഞു. ഉടനെ ഹീറോയിൻ, ഹേ എന്താ കാര്യമില്ലാതെ ജോലിയും ഇതും തമ്മിൽ കൂട്ടിക്കുഴക്കുന്നത്? അപ്പൊ ഹീറോയിനെ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്നും പോകുന്നു. എന്നാലും ഹീറോയിൻ ദിവസം ഹീറോയുടെ കമ്പനിയിൽ വന്ന് കെഞ്ചുന്നു. ബട്ട് ഹീറോ അവളെ കാണാത്ത പോലെ അവന് പണിയെടുക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഹീറോ എപ്പോഴും ഒറ്റക്കാണ് ഇരിക്കലെന്ന് മനസ്സിലാക്കി പ്രസിഡന്റ് ഒരു പെണ്ണിന്റെ ഡേറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. എന്നാൽ ഹീറോക്ക് ഡേറ്റിന് പോകാൻ തീരെ ഇഷ്ടമില്ല. എന്നാലും അവൻ ആ പ്രസിഡന്റ് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ഡേറ്റിന് പോകുന്നു. ഡേറ്റിന് വന്ന പെണ്ണ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഇവരാണെങ്കിൽ അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഇരിക്കുകയാണ്. ഹീറോയിൻ അവിടെയും ഹീറോയെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് ചാൻസ് ആണ്, ഇപ്പൊ പോയി അവനെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ അഭിനയിച്ച എന്റെ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യും എന്ന് വിചാരിച്ച് വേഗം ഹീറോയുടെ അടുത്തേക്ക് വരുന്നു. മുത്തേ, നീ എന്താ ചെയ്യുന്നേ? ഇത്രയും ചെറിയ കാര്യം ക്ലിയർ ചെയ്യാൻ നിനക്ക് ഇത്രയും നേരം വേണോ? ഹീറോ അവളെ നോക്കുകയാണ്. അപ്പൊ ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട്, ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറയുന്ന പോലെ നിന്ന സിറ്റുവേഷനിൽ എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയും. എന്നാൽ അതിന് പകരം നീ എന്നോട് ഒരു 10 മിനിറ്റ് സംസാരിക്കണം. അപ്പൊ ഹീറോ, ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞാ നീ എന്ത് ചെയ്യും? ആ ഡേറ്റിന് വന്ന പെണ്ണ്, നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഞാനിവിടെ സംസാരിക്കുന്നത് കണ്ടില്ലേ? ഹീറോയിൻ ഉടനെ നോക്കിയിട്ട്, നിനക്കിപ്പോ എന്റെ ഹെൽപ്പ് വേണോ? ഹീറോ ഉടനെ തന്നെ അവളെ പിടിച്ചിട്ട്, ഇങ്ങോട്ട് നോക്ക്, ഇവളാണ് എന്റെ ഗേൾ ഫ്രണ്ട്. ഹീറോയിൻ ആകെ ഷോക്കാവുന്നു.
അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. 5 വർഷം മുന്നേ ഹീറോയിനും മീറ്റ് ചെയ്യാണ്. അപ്പോൾ ഹീറോ വന്നിട്ട് ചോദിക്കുകയാണ്, നീയാണോ സുൽത്ത എന്ന് ചോദിക്കുന്നു. അപ്പോൾ വേറൊരു ഫ്ലാഷ് ബാക്കും കൂടി അവിടെ കാണിക്കുന്നു. ഇപ്പൊ ഹീറോ മെൻഷൻ ചെയ്തില്ലേ സുൽത്ത, ആ പെണ്ണും ഹീറോയും ചെറിയ പ്രായം തൊട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ചെറിയ പ്രായത്തിൽ ഇനി മുതൽ നമ്മൾ രണ്ടുപേരും എപ്പോഴും ഒന്നായിരിക്കണമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആ കാര്യം ഹീറോ ഓർക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ കഴിയുന്നു. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. അതുകൊണ്ട് നെക്സ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുമ്പോഴും ഇതേ സപ്പോർട്ട് ഉണ്ടാവണേ. ഓക്കെ, ബൈ.